ഹലോ ഗൈസ്, അങ്ങനെ ബാക്ക് ടു അവർ വാരണാസി അയോധ്യ വ്ളോഗ്. ഇത് പാർട്ട് 3 ആണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഇന്ന് നേരെ പോകാൻ പോകുന്നത് പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമം കാണാൻ വേണ്ടിയിട്ടാണ്. ഗംഗ യമുന റിവറും പിന്നെ സരസ്വതി ഇതിൻ്റെ അടിയിൽ കൂടി ആയിട്ടും ഈ 3 റിവേഴ്സ് ഒരേ സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നതാണ് ഈ ത്രിവേണി സംഗമം. അവിടെ എത്തിയപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടി. ചെറിയൊരു മഴയൊക്കെ പെയ്ത് കുറച്ച് വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ ഈ ത്രിവേണി സംഗമം കാണാൻ വേണ്ടി പോവാണ്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ബേർഡ്സ് വന്ന് നമ്മളെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ എടുത്ത് കഴിക്കും, കൂട്ടായിട്ട് വരും. അത് കാണാൻ നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെയിലിന് ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ബേർഡ്സിനൊക്കെ ഇങ്ങനെ എറിഞ്ഞു കൊടുത്ത് അവരൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ നിന്നു. നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം കറങ്ങി ത്രിവേണി സംഗമൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് അലോപ്പി ദേവി മന്ദിറിലേക്കും ബഡേ ഹനുമാൻജീൻ്റെ മന്ദിറിലേക്കുമാണ്. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ മഹാകുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നത്. നല്ല എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ മഹാകുംഭമേളയ്ക്ക് എത്തുന്ന ആൾക്കാർക്കുള്ള ടെൻറ്റുകളും ടോയ്ലറ്റുകളും ഒക്കെ ആയിട്ട് ഒരുപാട് തയ്യാറെടുപ്പുകളാണ് അവിടെ നടക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ നമ്മൾ ഭാഗ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഈ മഹാകുംഭമേള കാണാൻ സാധിക്കുക. കാരണം 144 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഒരു മഹാകുംഭമേള വരുന്നത്. 12 വർഷം കൂടുമ്പോൾ കുംഭമേള നടക്കുന്നുണ്ട്. ഇപ്പം വരാൻ പോകുന്നത് മഹാകുംഭമേളയാണ്. കോടിക്കണക്കിന് ആൾക്കാരാണ് ഈ മഹാകുംഭമേളയ്ക്ക് വേണ്ടി എത്തിപ്പെടാൻ പോകുന്നതെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഈ ത്രിവേണി സ്നാനത്തിന് വേണ്ടിയിട്ടും കുംഭമേളയെ പങ്കെടുക്കാനൊക്കെ കോടിക്കണക്കിന് ജനങ്ങളാണ് ഇവിടേക്ക് വരുന്നത്. പുരാണത്തിലെ പാലാഴി മദന കഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കുംഭമേളയുടെ ഐതിഹ്യം. ഈ ദേവന്മാരും അസുരന്മാരും ഒക്കെ ആയിട്ട് പാലാഴി കടഞ്ഞെടുത്ത് കിട്ടിയ അമൃത് അവർ പക്ഷിരാജാവായ ഗരുഡദേവന് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ കുംഭവുമായി പറക്കുന്നതിനിടയിൽ അമൃതിൻ്റെ തുള്ളികൾ ഭൂമിയിൽ പ്രയാഗ്രാജ്, നാസിക്, ഹരിദ്വാർ, ഉജ്ജയിൻ എന്നിവിടങ്ങളിൽ പതിച്ചതായിട്ടാണ് കഥ കേട്ടിട്ടുള്ളത്. ദേവന്മാർ കഴിച്ചതിൻ്റെ ബാക്കി അമൃത് കുംഭത്തിലാക്കി കുഴിച്ചിട്ടിരിക്കുന്ന രഹസ്യ സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നതെന്ന് ഒരു ഐതിഹ്യമുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ പോയത് നമ്മളെ ബഡേ ഹനുമാൻജീൻ്റെ മന്ദിറാണ്. ഈ ബഡേ ഹനുമാൻജി മന്ദിറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കിടക്കുന്ന രൂപത്തിലുള്ള ഹനുമാൻ സ്വാമിനെയാണ് നമ്മൾ അവിടെ പ്രാർത്ഥിക്കുന്നത്. ഇനി ഞങ്ങൾ പോയത് അലോപ്പി ദേവി മന്ദിറിലേക്കാണ്. അതിൻ്റെ ഒരു ഐതിഹ്യം നമുക്ക് കേൾക്കാം. പണക്കാരായവരുടെ പണവും കാര്യങ്ങളൊക്കെ അപഹരിക്കുന്ന തസ്കരന്മാരുടെ ആളുണ്ട്. ഇങ്ങനെ സമയത്ത് ഒരു കല്യാണാഘോഷം നടക്കുക. കല്യാണത്തിൽ നമ്മൾ വധുവിനൊക്കെ പണ്ട് പല്ലക്കിനെ കൊണ്ടുവന്നത്, പല്ലക്കില് അങ്ങനെ വധുവിനെയും ചെക്കനെയും പെണ്ണിനെയും പല്ലക്ക് കൊണ്ടുവന്ന സമയത്ത് ഈ ഒരു തസ്കരന്മാര് ഈ ഒരു ഗ്രൂപ്പിനെ ആക്രമിക്കണ്ടായി. അങ്ങനെ പടയാളികളെയും കാര്യങ്ങളൊക്കെ കൊന്നതിന് ശേഷം ഇവര് പല്ലക്കിനകത്തേക്ക് വധുവിനെ പിടിക്കാൻ പോയി. അപ്പൊ ഇത് ശക്തിപീഠമാണ് ശരിക്കുന്നത്. അതായത് സതീദേവിയുടെ ശരീരഭാഗങ്ങളുടെ ഓർമ്മയുടെ ശക്തിപീഠമാണിത്. ഇത് പറയപ്പെടുന്നു. കാരണം ഇവിടെ 2 പേര് ഇതിന് തമ്മിൽ തർക്കമുണ്ട്, 2 ക്ഷേത്രങ്ങൾ തമ്മിൽ. അപ്പൊ അതുകൊണ്ട് ഇത് ശക്തിപീഠം അറിയപ്പെടുന്നു. അപ്പൊ ഇവിടുത്തെ ദേവിയുടെ ശക്തി കൊണ്ട് അതിനകത്തുള്ള ആ പല്ലക്കിൽ നിന്ന് വധു അപ്രത്യക്ഷയായി. അതായത് ആക്രമിക്കാൻ ഇടം കൊടുത്തില്ല, സമയം കൊടുക്കാതെ അപ്രത്യക്ഷയായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രതിഷ്ഠയില്ല, ഒരു ഡോളി മാത്രമാണ്. അതായത് ഒരു ഊഞ്ഞാല് മാത്രമാണ് അപ്രത്യക്ഷമായതിനർത്ഥം. രൂപമൊന്നുമില്ല. അപ്പൊ ആ ഡോളിയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ അകത്ത് കയറുമ്പോൾ നേരെ ഊഞ്ഞാല് മാത്രമേ കാണുന്നുള്ളൂ. അത് കയറിയിട്ട് നേരെ പുറത്തിറങ്ങുക. നമുക്ക് നേരെ വണ്ടി കയറാം, നേരെ ബസ്സിൽ പോവാം, ഫുഡ് കഴിക്കാം. ഓക്കെ. ദേവി ക്ഷേത്രത്തിലേക്ക് കയറാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു തട്ടും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടത്. അപ്പം നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ചിട്ട് ദേവിക്ക് ഈ തട്ട് സമർപ്പിക്കാനാണ് അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് അയോധ്യയിലേക്കാണ്. അങ്ങനെ ഹോട്ടൽ ഹെറിറ്റേജിൽ രാത്രിയാകുമ്പോൾ നമ്മൾ എത്തി. രാവിലെയാണ് അയോധ്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വ്ളോഗ് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യണം. അടുത്ത ട്രിപ്പിൽ അയോധ്യ വിസിറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വ്ളോഗ് ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.